നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചാലക്കുടി മേട്ടിപ്പാടത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ വെള്ളിക്കുളങ്ങര സ്വദേശി മരിച്ചു. പുതുക്കാട് ചാക്കോച്ചിറയിൽ വീടിന് മുകളിൽ മരം വീണു. മുള്ളക്കര സേവിയുടെ വീടിന്റെ മുകളിലാണ് മരം വീണത്. വൈദ്യുതി ലൈനിലും കേടുപാടുകൾ സംഭവിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലം MLA പ്രതിഭാ പുരസ്കാര വിതരണം ഞായറാഴ്ച നടക്കുമെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ക്വാറി ഉടമയിൽ നിന്നും 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഒളിവിൽ പോയ മുൻ പുതുക്കാട് SHOയും വളാഞ്ചേരി CAയുമായ UH സുനിൽദാസിനെതിരെ തൃശൂർ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും സമാന സ്വഭാവമുള്ള പരാതി. കല്ലൂർ ആമ്പല്ലൂർ കള്ളായി PWD റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. ശക്തമായ മഴ പെയ്തതോടെയാണ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. KSTAയുടെ കുട്ടിക്കൊരു വീട് പദ്ധതിക്ക് കീഴിൽ കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്കായി നിർമ്മിച്ചൊരുക്കിയ വീടിന്റെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി മേട്ടിപ്പാടത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ വെള്ളിക്കുളങ്ങര സ്വദേശി മരിച്ചു. വെള്ളിക്കുളങ്ങര അരയംപറമ്പിൽ രാജുവിന്റെ മകൻ 23 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിക്കായിരുന്നു സംഭവം. വെള്ളിക്കുളങ്ങരയിൽ നിന്നും ചാലക്കുടിയിലെ ജോലിസ്ഥലത്തേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ രഞ്ജിത്ത് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. മുൻപിൽ പോവുകയായിരുന്ന പിക്കപ്പ് വാൻ പെട്ടെന്ന് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. പുതുക്കാട് ചാക്കോച്ചിറയിൽ വീടിന് മുകളിൽ മരം വീണു. മുള്ളക്കര സേവിയുടെ വീടിന്റെ മുകളിലാണ് മരം വീണത്. വൈദ്യുതി ലൈനിലും കേടുപാടുകൾ സംഭവിച്ചു. ആളപായമില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 സംഭവം. വീടിന്റെ ട്രസ് ഷീറ്റിന് തകരാർ സംഭവിച്ചിട്ടുണ്ട്. വലിയ മല്ലിമരമാണ് വീണത്. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര വിവരമറിയിച്ചതിനെ തുടർന്ന് KCB ഉദ്യോഗസ്ഥരും പുതുക്കാട് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. അഗ്നിരക്ഷാസേന മരം മുറിച്ചുമാറ്റി. ക്വാറി ഉടമയിൽ നിന്നും 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഒളിവിൽ പോയ മുൻ പുതുക്കാട് SHOയും വളാഞ്ചേരി CAയുമായ UH സുനിൽദാസിനെതിരെ തൃശൂർ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും സമാന സ്വഭാവമുള്ള പരാതി. ക്വാറി ഉടമയിൽ നിന്നും 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഒളിവിൽ പോയ മുൻ പുതുക്കാട് SHOയും വളാഞ്ചേരി CAയുമായ UH സുനിൽദാസിനെതിരെ തൃശൂർ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും സമാന സ്വഭാവമുള്ള പരാതി. ക്വാറി ഉടമയ്ക്ക് വേണ്ടി ഗുണ്ടകൾ പരിസ്ഥിതി പ്രവർത്തകനെ ആക്രമിച്ചപ്പോൾ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നതിനു പകരം പരിസ്ഥിതി പ്രവർത്തകനെ പ്രതിയാക്കി കേസെടുത്തെന്നാണ് പരാതി. സ്ഥിരം ക്രിമിനലുകളെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാൻ ചുമത്തുന്ന CRPC 107 നിയമം പരിസ്ഥിതി പ്രവർത്തകനെതിരെ പ്രയോഗിക്കാനും CI ശ്രമിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖല പരിസരം വിഷയ സമിതിയുടെ കൺവീനർ ഷിനോഷാണ് സുനിൽദാസിനെതിരെ പരാതി നൽകിയത്. പരാതിയിൽ പറയുന്ന സംഭവം ഇങ്ങനെ: കഴിഞ്ഞ ഡിസംബറിൽ സുനിൽദാസ് പുതുക്കാട് SHO ആയിരുന്ന സമയത്ത് ചെങ്ങാലൂരിലെ ക്വാറിക്ക് സമീപം സംഘർഷമുണ്ടായി. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പ്രവർത്തിച്ചിരുന്ന ക്വാറിയിലേക്ക് പോയ ലോറി പാറമടക്കുളത്തിലേക്ക് മറിഞ്ഞപ്പോൾ ഉയർത്തുവാൻ ശ്രമിക്കുകയായിരുന്നു ക്വാറി ഉടമയും കൂട്ടാളികളും. കുളത്തിൻ്റെ മറുകരയിൽ നിന്നും ദൃശ്യം പകർത്താൻ ശ്രമിച്ച ഷിനോഷിനെ 4-അംഗ സംഘം ആക്രമിച്ചു. പോലീസ് സ്ഥലത്തുണ്ടായിട്ടും ഇടപെട്ടില്ലെന്നും പരാതിയുണ്ട്. ഷിനോഷിൻ്റെ മൊഴിയെടുക്കാനോ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല. ക്വാറി ഉടമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്നുതന്നെ ഷിനോഷിനെ പ്രതിയാക്കി കേസെടുത്തു. CRPC 107 വകുപ്പ് പ്രകാരം സമർപ്പിക്കാനുള്ള റിപ്പോർട്ട് ഷിനോഷിനെതിരെ സുനിൽദാസ് കോടതിയിൽ നൽകി. ഇതോടെയാണ് പരാതിക്കാരൻ കംപ്ലൈന്റ് അതോറിറ്റിയെ സമീപിച്ചത്. അടുത്ത മാസം 5-ന് സുനിൽദാസിനോട് ഹാജരാകാൻ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതുക്കാട് നിയോജക മണ്ഡലം MLA പ്രതിഭാ പുരസ്കാര വിതരണം ഞായറാഴ്ച രാവിലെ 9-ന് നടക്കുമെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ കണ്ടെത്തി അനുമോദിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് MLA പ്രതിഭാ പുരസ്കാരം സംഘടിപ്പിക്കുന്നതെന്ന് MLA പറഞ്ഞു. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം വിദ്യാഭ്യാസ മേഖലയിൽ
പ്രതിഭകളെ ആദരിക്കുന്ന ഒരു പരിപാടി, അനുമോദിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിലാണ്. അപ്പോൾ ആ പരിപാടി 9-ാം തീയതിയാണ് നടത്തുന്നത്. തലോർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ MLA പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും. ഒരു 10 മണിയോടുകൂടി MLA പുരസ്കാരം ആ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അവിടെ നടക്കും. ഡോക്ടർ ആർ ബിന്ദു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് ഈ പ്രതിഭാ പുരസ്കാര ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലോർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നടൻ ജയരാജ് വാര്യർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ 2023-24 SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവർ, പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടിയ പ്രതിഭകൾ, CBSE ആൻഡ് ICSE പരീക്ഷകളിൽ A1 നേടിയവർ, പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങൾ, സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകർ, വിവിധ സർവകലാശാലയിൽ നിന്നുള്ള റെഗുലർ ബാച്ചിലെ ബിരുദാനന്തര ബിരുദധാരികൾ, ബിരുദ പരീക്ഷകളിലെ റാങ്ക് ജേതാക്കൾ, ആരോഗ്യ സർവകലാശാലകളിലെ ബിരുദധാരികൾ തുടങ്ങി 1000-ലധികം വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം വിതരണം ചെയ്യുന്നത്. പരീക്ഷാ പരിശീലകരായ സൈലം ഗ്രൂപ്പിൻ്റെ സഹകരണത്തോടെയാണ് പ്രതിഭാ പുരസ്കാരം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ജനറൽ കൺവീനർ അൽജോ പുളിക്കൻ, കൊടകര ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ BB സിന്ധു, പ്രോഗ്രാം കൺവീനർ TS ബൈജു, ഡോക്ടർ PC സിജി, K നന്ദകുമാർ, CK ബിന്ദുമോൾ എന്നിവർ പങ്കെടുത്തു. കല്ലൂർ ആമ്പല്ലൂർ കള്ളായി PWD റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. ശക്തമായ മഴ പെയ്തതോടെയാണ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. കാനകളിലെ തടസ്സങ്ങളാണ് വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നതെന്ന് ആക്ഷേപമുയരുന്നുണ്ട്. കല്ലൂർ മുസ്ലിം പള്ളിക്ക് സമീപം കാനകൾ മണ്ണും ചെളിയും വന്ന് മൂടിയ അവസ്ഥയിലാണ്. മലയോര മേഖലകളിൽ നിന്നും ആമ്പല്ലൂരിലേക്ക് സഞ്ചരിക്കുന്ന പാതയിലാണ് മഴക്കാലത്ത് ദുരിതയാത്ര സമ്മാനിക്കുന്നത്. കാൽനടക്കാരും വാഹനയാത്രക്കാരും ഒരുപോലെ ദുരിതമനുഭവിക്കുകയാണ്. പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും വെള്ളക്കെട്ട് ബുദ്ധിമുട്ടിലാക്കി. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മണലിപ്പുഴയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് കറുത്ത നിറവും മണവുമുണ്ടായ സംഭവത്തിൽ ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് AIYF പുതുക്കാട് മണ്ഡലം സെക്രട്ടറി BN അനീഷ്, പ്രസിഡന്റ് VR രബീഷ് എന്നിവർ ആവശ്യപ്പെട്ടു. ദേശീയപാതയ്ക്ക് സമീപം ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നിയമ നടപടി കർശനമാക്കണമെന്നും AIYF ആവശ്യപ്പെട്ടു. കാണാതായ 4ാം ക്ലാസ് വിദ്യാർത്ഥികളെ വീട്ടിലെത്തിച്ച ഓട്ടോ ഡ്രൈവർ കോക്കാടൻ ജെയ്സന് പുതുക്കാട് പോലീസിന്റെ ആദരം. പുതുക്കാട് CI V സജീഷ് കുമാർ ആമ്പല്ലൂർ പോളിടെക്നിക്കിന് സമീപമുള്ള ഓട്ടോ പേട്ടയിൽ എത്തിയാണ് കോക്കാടൻ ജെയ്സനെ പൊന്നാട അണിയിച്ച് ആദരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകാതെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ നാട് കാണാൻ ഇറങ്ങിയത്. യാത്രക്കിടെ ആമ്പല്ലൂരിലിറങ്ങി പോളിടെക്നിക്കിന് സമീപമുള്ള ഓട്ടോപേട്ടയിൽ എത്തുകയായിരുന്നു കുട്ടികൾ. ചെറിയ കുട്ടികളുടെ പെരുമാറ്റവും സ്ഥലപരിചയമില്ലായ്മയും കണ്ട് ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നി. തുടർന്ന് കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്ന സ്കൂൾ ID കാർഡിലെ ഫോൺ നമ്പറിൽ രക്ഷിതാവിനെ വിവരമറിയിച്ചു. പിന്നീട് ഓട്ടോ ഡ്രൈവർ തന്നെ സ്കൂളിൽ കാത്തുനിന്ന രക്ഷിതാക്കൾക്കരികെ വിദ്യാർത്ഥികളെ എത്തിക്കുകയായിരുന്നു. KSTA കുട്ടിക്കൊരു വീട് പദ്ധതിക്കു കീഴിൽ കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്കായി നിർമ്മിച്ചൊരുക്കിയ വീടിന്റെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച വൈകിട്ട് 3-ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അശ്വതി VB, KSTA സംസ്ഥാന സമിതി അംഗം PC സിജി, ജില്ലാ സമിതി അംഗം CG മുരളീധരൻ, PS പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ നമ്മുടെ ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ നമ്മളൊരു കുട്ടിക്ക് ഒരു വീട് പണിത് കൊടുക്കുകയാണ്. ഏകദേശം 7.5 ലക്ഷത്തോളം തുക അധ്യാപകരുടെ ഇടയിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് കൊടാലിയിലെ മുഴുവൻ ആളുകളുടെയും സഹായത്തോടു കൂടി നമ്മളതിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ വരുന്ന ജൂൺ 9-ന് ഞായറാഴ്ച 3 മണിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു.
നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു കുട്ടിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വീട് ഒരുക്കി നൽകിയതിലേറെ അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. വളരെ ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ആ കുട്ടിയുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കട്ടില്, സ്റ്റഡി ടേബിൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും CPM പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അത് ഒരുക്കി കൊടുക്കുന്നതിൽ 7 പഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളിലെ വിവിധമായ കുട്ടികളെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും അർഹമായ ഒരു കുട്ടിയെയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി സ്കൂളിൽ ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെയാണ് നമ്മൾ ഗുണഭോക്താവായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോടാലി സ്കൂളിലെ ഒരു കുട്ടിയെ തന്നെ ഇതിൽ തിരഞ്ഞെടുത്തൊരു പ്രത്യേകം KSTN അഭിനന്ദിക്കുകയാണ്. കോടാലി സ്കൂളിലെ കൂട്ടായ്മയും PTയും അധ്യാപകരും ചേർന്ന് ഇത് വലിയൊരു ആഘോഷമായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏറ്റവും നല്ല അർഹതയായിട്ടുള്ള ഒരു കുട്ടിയെ തന്നെയാണ് KSTയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ മാതൃകാപരമായി വീട് നിർമ്മാണം മാത്രമല്ല, ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷം രൂപ ചിലവിൽ ടൈൽ വിരിച്ച് നവീകരിച്ച മറ്റത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം റോഡ് KK രാമചന്ദ്രൻ MLA നാടിന് സമർപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷൈബി സജി, CU പ്രിയൻ, BDO KK നിഖിൽ, ഷെറിൻ എലിസബത്ത്, VP രോഹിത് മേനോൻ എന്നിവർ പ്രസംഗിച്ചു. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കവിത കർഷക കൂട്ടായ്മ രൂപീകരിച്ചു. പഞ്ചായത്ത് അംഗം PS പ്രീജു ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ അധ്യക്ഷത വഹിച്ചു. കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് കൃഷി അസിസ്റ്റന്റ് P അരുണയും കൃഷിക്കാർക്ക് നാഷണൽ NGO ഓർഗനൈസേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചിറ്റിശ്ശേരി ഓറയിൽ കൃഷിക്കാവശ്യമായ വിവിധ വളങ്ങൾക്ക് 50% സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതികളെക്കുറിച്ചും ഓറ സെക്രട്ടറി സിസ്റ്റർ G തെരേസും വിശദീകരിച്ചു. KK ബിജു, ജസ്റ്റിൻ കാവല്ലൂർ, മരിയ തോമസ്, റിജോ എന്നിവർ പ്രസംഗിച്ചു. കർഷക കൂട്ടായ്മ രൂപീകരണ യോഗത്തിന് PR ഡേവീസ്, രാജീവ് എടശ്ശേരി, MR റെജിൻ എന്നിവർ നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KK ഗോഖലെ, വൈസ് പ്രസിഡന്റ് റപ്പായി പൊന്നാരി, സെക്രട്ടറി PM ഉമ്മർ, ജോയിന്റ് സെക്രട്ടറി ജോജു തോമസ്, ട്രഷറർ രവീന്ദ്രൻ അയ്യഞ്ചിറ എന്നിവരെ തിരഞ്ഞെടുത്തു. കടമ്പോട് ALP സ്കൂളിൽ നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളായ AB സേതുലക്ഷ്മി, KP ദേവപ്രിയ, സ്നേഹ ഷാജൻ എന്നിവരെയും NMMS സ്കോളർഷിപ്പ് നേടിയ ആരോമൽ ദാസിനെയും ചടങ്ങിൽ അനുമോദിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രജിത രാജീവൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷൈജി സിബി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഗിരീഷ്, ശിവരാമൻ പോതിയിൽ, പ്രധാനാധ്യാപിക PM ലിഷ, സ്കൂൾ മാനേജർ രജത രാമചന്ദ്രൻ, PTA പ്രസിഡന്റ് ജോൺസി സിൽജോ എന്നിവർ പ്രസംഗിച്ചു. KK രാമചന്ദ്രൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 13.5 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. ഓരോ സ്കൂളിന് എന്താണ് ചെയ്യാൻ അവശേഷിക്കുന്നത് എന്ന് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിന് പ്രയോറിറ്റി ഏതിനാണ്. ഒരു സ്കൂളിൽ 2-3 കാര്യങ്ങളും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്നാമത് ഏതാണ് ചെയ്യേണ്ടത് എന്ന് അവരോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ലിസ്റ്റ് ചെയ്ത് അത് നമുക്ക് എങ്ങനെ ഓരോ സ്കൂളിൻ്റെയും അത് പൂർത്തീകരിക്കാം, അത് സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഉപയോഗപ്പെടുത്താൻ കഴിയും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തലമുറയിൽ പഠിച്ച സ്കൂളുകളുടെ അവസ്ഥയല്ല ഇന്നത്തെ സ്കൂളുകളുടെ അവസ്ഥ. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയധികം പണം മുടക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായും വലിയൊരു ഞെട്ടിക്കുന്ന കണക്കാണത്. കാരണം വൃത്തിഹീനമായിട്ടുള്ള പരിസരത്തിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഏറ്റ് കുട്ടികൾ മരണപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2022 നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്ത്യ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കണക്കാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്തരം ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കാത്തത് പൊതുവിദ്യാഭ്യാസ രംഗത്ത്
കുട്ടികൾക്ക് ഏറ്റവും വൃത്തിയുള്ള പരിസരവും. പന്തല്ലൂർ സർവേശമംഗലം ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഗണപതി ഹോമം, ദ്രവ്യകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, വലിയ പാണി, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി ചടങ്ങുകൾ നടത്തി. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. തൃശൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസിനു നേരെ കല്ലേറിൽ 2 കോച്ചുകളുടെ ചില്ലുപൊട്ടി. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കല്ലേറിൽ C2, C4 കോച്ചുകളുടെ ചില്ല് പൊട്ടിപ്പോയി. വെള്ളിയാഴ്ച രാവിലെ 9:25 സംഭവം. അതേസമയം സംഭവത്തിൽ പ്രതിയെ RPF കസ്റ്റഡിയിലെടുത്തു. മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് അതിക്രമം നടത്തിയതെന്ന് RPF അറിയിച്ചു. നേരത്തെയും വന്ദേ ഭാരതിന് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. തൃശൂർ ജില്ലാ സെക്രട്ടറി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് 2024-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. പുതിയ ഭാരവാഹികളായി NR ജോഷിയെ യൂണിറ്റ് പ്രസിഡന്റായും, ജേക്കബ് തൃക്കൂക്കാരനെ ജനറൽ സെക്രട്ടറിയായും, KT സണ്ണിയെ ട്രഷററായും തിരഞ്ഞെടുത്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 110 നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടത്തി. പഞ്ചായത്ത് അംഗം രാധിക സുരേഷ് സന്നിഹിതയായി. അങ്കണവാടി വർക്കർ, ഹെൽപ്പർ, ALMC അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ 24 നമ്പർ അങ്കണവാടിയിലെ പ്രവേശനോത്സവവും ഉയർന്ന ക്ലാസുകളിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള യാത്രയയപ്പ് യോഗവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മുൻ വാർഡ് അംഗം സെലീന വർഗീസ്, കുടുംബശ്രീ CDS അംഗം റോസ്ലി ഡേവിസ്, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ, അങ്കണവാടി വർക്കർ ശ്രീരേഖ എന്നിവർ പ്രസംഗിച്ചു. ആശാ വർക്കർ ജിനി സൈമൺ കുട്ടികളുടെ ആരോഗ്യവും ശുചിത്വവും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മുതിർന്ന കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പുതിയതായി കടന്നുവന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കാർബൺ വിമുക്ത സ്കൂൾ ക്യാമ്പസുകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മുളം തൈകൾ നട്ടുപിടിപ്പിച്ചു. നാഷണൽ ഹെൽത്ത് മിഷൻ NCD സെല്ലുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഋതുഭേദ ജീവനം പ്രോജക്ടിന്റെ ഭാഗമായാണ് മുളം തൈകൾ വച്ചുപിടിപ്പിച്ചത്. VHSC വിഭാഗം പ്രിൻസിപ്പൽ മഞ്ജു K. മാത്യു, NSS പ്രോഗ്രാം ഓഫീസർ ലിജി ജോസഫ്, അധ്യാപകരായ KR സിനി, PN ഷിനോഷ് എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. MBBS-ഉം TCMC കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. താൽപര്യമുള്ളവർ ഈ മാസം 14 വൈകിട്ട് 5 മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോടൊപ്പം ആശുപത്രി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഇന്റർവ്യൂ സമയത്ത് അസൽ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. പറപ്പൂക്കര പന്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് നഴ്സിനെ നിയമിക്കുന്നു. JPHN, ANM, ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. BC-CPN കോഴ്സ് അധിക യോഗ്യതയായി പരിഗണിക്കുന്നതും നിലവിൽ ആ യോഗ്യത ഇല്ലാത്തവർ 6 മാസത്തിനുള്ളിൽ നേടിയെടുക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ യോഗ്യതകൾ കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൌൺസിലിന്റെ അംഗീകാരത്തിന് വിധേയമായിരിക്കണം. ഈ മാസം 14 മുൻപായി ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചിരിക്കണം. വിവരങ്ങൾക്ക് 703065164341. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ.
മണ്ണമ്പേട്ട വളഞ്ഞൂപ്പാടം ചിറയത്ത് കാട്ടുമാത്ത് ബാബു അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലില്ലിയാണ് ഭാര്യ. ബിബിൻ, ബിൻസി എന്നിവർ മക്കളും മെൽബിൻ മരുമകനുമാണ്. തലോർ കുന്നത്ത് ശങ്കരനെഴുത്തച്ഛൻ ഭാര്യ ലക്ഷ്മി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ മുട്ടിത്തടി ചേറു ചെറിയക്കുട്ടി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചാലക്കുടി മേട്ടിപ്പാടത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ വെള്ളിക്കുളങ്ങര സ്വദേശി മരിച്ചു. പുതുക്കാട് ചാക്കോച്ചിറയിൽ വീടിന് മുകളിൽ മരം വീണു. മുള്ളക്കര സേവിയുടെ വീടിന്റെ മുകളിലാണ് മരം വീണത്. വൈദ്യുതി ലൈനിലും കേടുപാടുകൾ സംഭവിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലം MLA പ്രതിഭാ പുരസ്കാര വിതരണം ഞായറാഴ്ച നടക്കുമെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ക്വാറി ഉടമയിൽ നിന്നും 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഒളിവിൽ പോയ മുൻ പുതുക്കാട് SHOയും വളാഞ്ചേരി CAയുമായ UH സുനിൽദാസിനെതിരെ തൃശൂർ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും സമാന സ്വഭാവമുള്ള പരാതി. കല്ലൂർ ആമ്പല്ലൂർ കള്ളായി PWD റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. ശക്തമായ മഴ പെയ്തതോടെയാണ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. KSTAയുടെ കുട്ടിക്കൊരു വീട് പദ്ധതിക്ക് കീഴിൽ കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്കായി നിർമ്മിച്ചൊരുക്കിയ വീടിന്റെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.